ല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിലാഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിലാഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീജരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീജരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, കാൽവരി മലമുകളേറി ഞങ്ങൾക്കായി കാൽകരം ചേർന്ന് തൂങ്ങി മരിച്ചുയിരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, എന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, ശത്രുവിനഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, ജനകേനുടെ വലമർന്നു നീ ഞങ്ങൾക്കായി ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദൂഷിച്ചിടലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദൂഷിച്ചിടലും പൊന്നേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടാണ് ഞങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാണ് ഞങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഇന്ന് രാവിലെ തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാനും ഇങ്ങനെ ഇവിടെ ആയിരിക്കാനൊക്കെ ദൈവം കൃപ ചെയ്തു, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും അനേക പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ തക്കവണ്ണം രാവിലെ തന്നെ ദൈവം കൃപ കൊടുത്തു, അതോർത്ത് സ്തോത്രം. ഇന്നും നമുക്ക് യൗവനുള്ള ബന്ധത്തിൽ തുടർന്നുള്ള പഠനം നടത്താം. പ്രിയ ദേവദാസനെ അതിനുവേണ്ടി ദൈവം ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ഇപ്പോൾ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി മാത്തുക്കുട്ടി ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് യോഗം ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് രാവിലെയും ഞങ്ങൾക്ക് കടന്നു വരുവാൻ അവിടുന്ന് നൽകിയ എല്ലാ സാവകാശങ്ങൾക്കായിട്ടും ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങൾ വിശ്രമിച്ചു, കിടക്കയിലൊക്കെ ആയിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് വളരെ ക്ഷേമത്തോടുകൂടെ ഇത്രയും പേർക്ക് ദൈവസന്നിധിയിൽ കൂടി വന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ പ്രാവശ്യത്തെ ഓണ ദിവസങ്ങളിലെ ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശം, വളരെ അനുഗ്രഹീതമായ ഒരു ക്ലാസ് പ്രിയ ദൈവദാസനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു.
കർത്തൃദാസൻ പ്രിയപ്പെട്ട കർത്തൃദാസനെ ഓർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം ഇയ്യോബിൻ്റെ ജീവിതവും ഞങ്ങളുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കി അതിൽ ചില ആത്മീയ സത്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാനിടയായി തീർന്നു. ഇന്നും കർത്താവെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. വളരെ താല്പര്യത്തോടും വളരെ ആഗ്രഹത്തോടും കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ എല്ലാ ജനങ്ങൾക്കായിട്ടും എല്ലാ ദൈവമക്കൾക്കായിട്ടും ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഇന്നും പ്രിയദാസനെ അവിടുത്തെ കരങ്ങളിലെടുക്കുകയും വളരെ അനുഗ്രഹീതമായ നിലയിൽ ദൈവവചനം ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണമുള്ള എല്ലാ ദൈവകൃപയും നൽകി പ്രിയദാസനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് പഠിക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് അത് മുഖാന്തരമായി സഹായമായിട്ട് തീരുന്നു. അതിനായിട്ടും സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷയിലും ദൈവിക സഹായങ്ങളും സാന്നിധ്യവും ഞങ്ങൾക്ക് നൽകണം. ചിലരെങ്കിലും വഴിമധ്യേ ഉണ്ടെങ്കിൽ അവരും കടന്നു വന്ന് എല്ലാ നിലയിലും ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലമാനം മഹത്വം എടുക്കണം. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാവിലെയും കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നും നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പിൽ അല്പസമയം ആയിരിക്കാനായിട്ട് ലഭിച്ച അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നലെ ദൈവത്തിൻ്റെ അംഗീകാരം ലഭിച്ച ഇയ്യോബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്കിടയായിട്ട് തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇയ്യോബിൻ്റെ ആത്മീയ സമ്പാദ്യത്തെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ് നാം കാണുന്നത്. ഈ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിന് ഒന്നാമതായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മീയ സമ്പാദ്യത്തെക്കുറിച്ചാണ്. അതിൽ തന്നെ 4 കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. 1-ാം വാക്യം നാം വീണ്ടും വായിക്കുന്നു. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. നിഷ്കളങ്കൻ, ബ്ലെയിംലെസ്. നാം ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ആരോപണരഹിതൻ, മറ്റൊരർത്ഥത്തിൽ കപടരഹിതൻ. ആരോപണരഹിതനായിരുന്നു, കപടരഹിതനായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അകത്തെന്തായിരുന്നോ അത് തന്നെയായിരുന്നു പുറത്തും. കാപട്യമെന്ന് പറയുന്നത് അകത്തൊന്നും പുറത്ത് മറ്റൊന്നും. അകത്ത് യാക്കോബും പുറത്ത് ഏശാവും. അങ്ങനെ ആ ഇസഹാക്കിൻ്റെ മുമ്പിൽ യാക്കോബ് ചെന്നത്. പുറത്ത് മൃഗത്തിൻ്റെ തോൽ ധരിച്ചു. അപ്പൻ വിചാരിച്ചു ഇത് മൂത്ത പുത്രനാണെന്ന്. പക്ഷെ അകത്ത് യാക്കോബാണ്. ഇയ്യോബിനെക്കുറിച്ച് ദൈവത്തെ പറയാനുള്ളത് അവൻ അങ്ങനെയല്ല. അവൻ കപടമുള്ളവനല്ല. ദാവീദ് ഇന്നലെ നാം ഓർത്തു, 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നിർമ്മലമായിട്ടുള്ളൊരു ഹൃദയം എന്നെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ കപടരഹിതമായിട്ടുള്ള ഒരു ഹൃദയം. കാരണം ഏകദേശം 1 വർഷത്തോളം കാപട്യം കാണിച്ചു ദാവീദ്. കാപട്യം കാണിച്ചു. ആ സംഭവം ഒന്ന് ഓർത്ത് നോക്കിയാൽ അറിയാം. ഊരിയാവിൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിടുകയാണ്, യോവാബിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട്. ഊരിയാവ് ഈ കത്തുമായിട്ടാണ് പോകുന്നത്. ആ കത്തിൽ സ്വന്തം മരണമാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. അത് ഊരിയാവൻ അറിയില്ല. ആ പാവ മനുഷ്യൻ ഒന്നും അറിയാതെ ഈ കത്ത്, രാജാവ് തന്ന കത്താ, തൻ്റെ യജമാനന യോവാബ് യുദ്ധക്കളത്തിൽ, ആ യുദ്ധക്കളത്തിൽ ഉള്ള യജമാനൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് യുദ്ധം ഏറ്റവും തീവ്രതയുള്ള സ്ഥലത്ത് ഇവനെ നിർത്തണം, വെട്ടേറ്റ് കൊല്ലപ്പെടുന്ന നിലയിൽ അവനെ നിർത്തണം.
എന്നിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചു. അതിനുശേഷം യോവാബ് അവിടുന്ന് ദാസന്മാരെ അയച്ചു, സന്ദേശം കൊണ്ട് രാജാവിൻ്റെ അടുക്കൽ കൊടുക്കണം. അപ്പം സന്ദേശവാഹകൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, എന്താ യുദ്ധക്കളത്തിലെ വിശേഷം? അപ്പം ഈ സന്ദേശം കൊണ്ടുവന്ന ആൾ പറഞ്ഞു, യുദ്ധമൊക്കെ നന്നായിട്ട് നടക്കുന്നു, നിന്റെ ചേവകരിൽ ചിലരൊക്കെ പട്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഊരിയാവും വാളിനാൽ കൊല്ലപ്പെട്ടു, ഊരിയാവും വാളിനാൽ കൊല്ലപ്പെട്ടു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ യോവാബിനോട് പറയണം, ധൈര്യമായിട്ടിരിക്കണം, വാൾ അവിടെയും ഇവിടെയും കൊല്ലും. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ആളുകൾ മരിക്കും, അവിടെയും മരിക്കും ഇവിടെയും മരിക്കും. പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ശരിയാ. പറഞ്ഞ ആള് ശരിയാണോ? അല്ല. സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരുന്നാൽ മാത്രം പോരാ, പറയുന്ന വ്യക്തി ശരിയായിരിക്കണം. അതിനാ ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്, സത്യസന്ധത. നമ്മുടെ വാക്ക് സത്യമായിരുന്നാൽ മാത്രം പോരാ, നമ്മുടെ ഹൃദയം സത്യമായിരിക്കണം. ഹൃദയം സത്യമല്ലാതിരിക്കുമ്പോൾ പോലും സത്യം പറയാൻ നമുക്ക് സാധിക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ മാത്രം പോരാ. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് എന്ന് പറഞ്ഞാൽ വായിലെ സത്യം മാത്രം പോരാ, ഹൃദയത്തിലെ സത്യം. അതാ കപടരഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, ഇവൻ അങ്ങനെയല്ല. ഇവൻ വായിൽ എന്താണോ സത്യം അതാണ് അവൻ്റെ ഹൃദയത്തിലെ സത്യം. ഇവൻ എങ്ങനെയാണോ പുറത്ത് പെരുമാറുന്നത് അങ്ങനെയാണ് അകത്ത് പെരുമാറുന്നത്. ഇവൻ കുടുംബത്തിൽ എങ്ങനെയാണോ അങ്ങനെയാണ് സഭയിൽ, അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് നമ്മുടെ സന്ദർഭത്തിലാണ്, അങ്ങനെയാണ് അവൻ സമൂഹത്തിൽ. ഇവനൊരു മുഖക്കൊട്ടയില്ല, മാസ്കില്ല, ഇവൻ പ്ലെയിനാണ്, പ്ലെയിൻ. രണ്ട് മുഖങ്ങൾ അവനില്ല, ഡബിൾ ഫേസ് ഇല്ല അവന്. ഈസ് ബ്ലെയിംലെസ്, പെർഫെക്റ്റ്. അടുത്തതായിട്ട് ഇയ്യോബിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, ഹി വാസ് അപ്രൈറ്റ്, നേരുള്ളവൻ. അതും വലിയൊരു അപ്രീസിയേഷനാ, കമൻഡേഷനാ, സർട്ടിഫിക്കറ്റാ, ദൈവം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാ ഇവൻ നേരുള്ളവനാ. ഹി വാസ് അപ്രൈറ്റ്, സത്യസന്ധൻ. പല വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ അതോടുള്ള ബന്ധത്തിൽ അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വക്രതയില്ലാത്തവൻ, പിന്നെ അഴിമതിയില്ലാത്തവൻ, വഞ്ചിക്കാത്തവൻ, നേർവഴി വിട്ട് നടക്കാത്തവൻ. പല വാക്കുകൾ അവിടെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഹി വാസ് അപ്രൈറ്റ്. ഇനി ഇയ്യോബിനെ കുറിച്ച് നാം ഇന്നലെ ചില കാര്യങ്ങൾ കണ്ടു. അവൻ ആരായിരുന്നു? അവൻ ഭർത്താവായിരുന്നു, അവൻ പിതാവായിരുന്നു, അവനൊരു കൃഷിക്കാരനായിരുന്നു, അവനൊരു വ്യാപാരിയായിരുന്നു, അവനൊരു യജമാനനായിരുന്നു, അവനൊരു ന്യായാധിപനായിരുന്നു. ഈ മൊത്തത്തിൽ അവൻ ഇടപെട്ട കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് പറയുകയാണ് ഹി വാസ് അപ്രൈറ്റ്, സത്യസന്ധൻ. ഞാൻ അതിൻ്റെ ചില വിശദാംശങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 29-ാം അധ്യായം നോക്കുക, ഇയ്യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം. അവിടെ ഇയ്യോബ് തൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്, തന്നെക്കുറിച്ച് തന്നെ പറയുക. ഞാൻ അതിനകത്ത് ചില വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇയ്യോബ് ഈ കഷ്ടതയുടെ നടുവിൽ പഴയ കാലത്തെക്കുറിച്ച് സംസാരിക്കുക. അതിൻ്റെ 2-ാമത്തെ വാക്യം നോക്കുക. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. എന്നിട്ട് പണ്ടത്തെ കാലത്തെക്കുറിച്ച് യോബ് പറയുക. 5-ാമത്തെ വാക്യം നോക്കുക. എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. 7-ാം വാക്യം നോക്കുക. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്നു, വിശാല സ്ഥലത്ത് എൻ്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും, പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായു പൊത്തും, ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും, അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. എൻ്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും, എന്നെ കണ്ട കണ്ണെനിക്ക് സാക്ഷ്യം നൽകും. നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു. പിന്നെ പല കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യം നോക്കുക. ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു,
ഞാൻ അറിയാത്തവൻ്റെ വ്യവഹാരം പരിശോധിച്ചു, അല്ലെങ്കിൽ ഐ ഇൻവെസ്റ്റിഗേറ്റഡ് ദ കേസ് വിച്ച് ഐ ഡിഡ് നോട്ട് നോ. ഞാൻ അറിയാത്ത വ്യവഹാരം ഞാൻ പരിശോധിച്ചു. ഒടുവിലത്തെ വാക്യം നോക്കുക, 25, 25-ാമത്തെ വാക്യം. ഞാൻ അവരുടെ വഴി തിരഞ്ഞെടുത്ത തലവനായിട്ടിരിക്കും. ഐ ചോസ് എ വേ ഫോർ ദം ആൻഡ് സാറ്റ് ആസ് എ ചീഫ്. സൈന്യസഹിതനായ രാജാവിനെ പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ വസിക്കും. ഇതായിരുന്നു ഇയ്യോബിൻ്റെ പഴയ കാലം. എന്ന് പറഞ്ഞാൽ ഈ വാക്യങ്ങളെല്ലാം വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കി, ഈ മനുഷ്യൻ ആരായിരുന്നു? പട്ടണത്തിൻ്റെ വാതിൽക്കലേക്ക് ചെല്ലുമ്പോൾ അവിടെ പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻസ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, യൗവനക്കാർ അവിടെ നിൽക്കുകയില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വായടയും. അത്രയ്ക്ക് ഘനമുള്ള ജീവിതം. ഹിസ് ലൈഫ് വാസ് എ വെയ്റ്റി ലൈഫ്. ഇയ്യോന്റെ മുമ്പിൽ ആരും ഒന്നും പറയില്ല. അവൻ അവിടെ ഒരു ന്യായാസനത്തിൽ ന്യായാധിപനായിട്ടിരിക്കും. കേസുകളൊക്കെ അവൻ്റെ മുമ്പിൽ വരും. അവൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, നീതിയും ന്യായവും ഉറപ്പാക്കും. അനാഥനും വിധവയ്ക്കും അവൻ എപ്പോഴും ഒരു സഹായമായിരുന്നു, തുണയായിരുന്നു. അതാ ഇയ്യോബ്. എന്നിട്ട് ആ ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുക, ഹി വാസ് അപ്രൈറ്റ്. അത് വലിയൊരു സർട്ടിഫിക്കറ്റാണ്. അധികാരത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് വലിയൊരു അംഗീകാരമാണ്. അവൻ പക്ഷപാതം കാണിച്ചില്ല, അവൻ കൈക്കൂലി വാങ്ങിച്ചില്ല, അവൻ അന്യായം ചെയ്തില്ല, അവൻ എല്ലാവർക്കും നീതി ഉറപ്പാക്കി കൊടുത്തു. ഹി വാസ് അപ്രൈറ്റ്. അവൻ സത്യസന്ധനായിരുന്നു. ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ ഇതൊരു വെല്ലുവിളിയായി തീർന്നു. ഇതൊരു വലിയ വെല്ലുവിളിയല്ലേ? ഞാൻ വിശാല സ്ഥലത്ത് എൻ്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും, പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ്പൊത്തും, ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അനങ്ങും എന്ന് പറഞ്ഞാൽ നാം എന്താ മനസ്സിലാക്കേണ്ടത്? ഘനമുള്ള ഒരു ജീവിതം, ഘനമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ സമൂഹത്തിൻ്റെ മുകളിലുള്ള ഈ വ്യക്തിയുടെ പ്രഭാവം, സ്വാധീനത, അതൊരു നേതാവിൻ്റെ നേതൃത്വത്തിൻ്റെ സ്വാധീനതയാണ്. അങ്ങനെ ആയിരിക്കണം നേതൃത്വം, അങ്ങനെ ആയിരിക്കണം നേതൃത്വത്തോടുള്ള സമീപനം. ശമൂവേല് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകൾ വിറച്ചുകൊണ്ടാണ് അവനെ എതിരേൽക്കുന്നത്. അനുഗ്രഹം കൊണ്ടാണോ വരുന്നത്, അതോ ശാപം കൊണ്ടായിരിക്കുമോ വരുന്നത്? ആളുകൾ വിറച്ചുകൊണ്ടാണ് ദൈവദാസനെ എതിരേൽക്കുന്നത്. അത്ര ഘനമുള്ള ജീവിതമായിരുന്നു. വാക്കുകൾക്ക് ഘനം വരണമെങ്കിൽ ജീവിതത്തിന് ഘനം വേണം, അല്ലേ? ലോത്ത് പോയിട്ട് മരുമക്കളോട് പറഞ്ഞു, ഇവിടം വിട്ടോളാൻ പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത് അവർക്കത് കളിയായിട്ട് തോന്നി. നീതിമാനായിരുന്നു ലോത്ത്, ഭക്തനായിരുന്നു. പക്ഷേ എവിടെയൊക്കെ വീഴ്ച സംഭവിച്ചു, എവിടെയൊക്കെ പരാജയം സംഭവിച്ചു. സ്വന്തം അപ്പൻ പറഞ്ഞ കാര്യങ്ങൾ മക്കൾക്കോ ഭാര്യയ്ക്കോ വിലയുള്ളതായി തോന്നിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പൻ്റെ വാക്കിന് എന്തുകൊണ്ടാണ് വിലയില്ലാത്തത്? വാക്കിന് വില വേണമെങ്കിൽ ജീവിതത്തിന് വില വേണം. വാക്കിന് ഘനമുണ്ടാകണമെങ്കിൽ ജീവിതത്തിന് ഘനമുണ്ടാകണം. അങ്ങനെയാ ഒരു കുടുംബത്തെ നയിക്കേണ്ടത്. അങ്ങനെയാ ഒരു കുടുംബത്തിലെ നേതൃത്വത്തെ ആ കുടുംബത്തിലുള്ളവർ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്. അടിച്ചും തല്ലിയും ബഹുമാനിപ്പിക്കുകയല്ല, അതിന് യോഗ്യമായിട്ട് ജീവിച്ച് ബഹുമാനം നേടുകയാണ്. നോഹയെക്കുറിച്ച് വായിക്കുന്നത്, അരുളപ്പാടുണ്ടായപ്പോൾ, നോഹയ്ക്ക് അരുളപ്പാടുണ്ടായെന്ന് എഴുതിയിരിക്കുന്നു. ദൈവം കുടുംബത്തെ എല്ലാവരും കൂടെ വിളിച്ചിട്ട്, ഭാര്യയും മക്കളെയും എല്ലാവരും കൂടെ വിളിച്ചിട്ട് ഒരുമിച്ചിരുത്തി പറയുകയായിരുന്നില്ല. നോഹയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി.
നോഹയോട് പറഞ്ഞു, നോഹേ, പെട്ടകം പണിയാൻ തുടങ്ങിക്കോണം. ഞാൻ ജലപ്രളയം വരുത്താൻ പോവുകയാണ്, ഞാൻ ഭൂമിയെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഞാനിങ്ങനെ വിചാരിക്കുന്നു, നോഹയ്ക്ക് അരുളപ്പാട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ നോഹ വീട്ടിൽ പോയിട്ടെന്ന് പറഞ്ഞാൽ നോഹ തൻ്റെ ഭാര്യയോടും മക്കളോടും മരുമക്കളോടും എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഭൂമിയെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. നമ്മൾ നാളെ മുതൽ പെട്ടകം പണിയാൻ പോവുക. നാളെ മുതൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പെട്ടകം പണിയാൻ പോവുക. പ്രതികരണം എന്തായിരുന്നു? അവിടെ ഒന്നും എഴുതിയിട്ടില്ല. പ്രതികരണം എന്തായിരുന്നു എന്ന് എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. പ്രതികരണം എന്തായിരുന്നു? അപ്പൻ പറഞ്ഞ വാക്ക് അതുപോലെ മക്കൾ സ്വീകരിച്ചു. കാരണം മക്കൾക്കറിയാം അപ്പൻ കളി പറയുന്നവനല്ല. അപ്പൻ്റെ ജീവിതം ഘനമുള്ള ജീവിതമാണ്, അപ്പൻ്റെ വാക്ക് ഘനമുള്ള ജീവിതമാണ്. ആ ഭാര്യയ്ക്കറിയാം എൻ്റെ ഭർത്താവ് ഭക്തനായ മനുഷ്യനാണ്, ഈ ഭർത്താവ് പറയുന്നത് 100% അതുപോലെ വിശ്വസിക്കാം. ജീവിതത്തിൻ്റെ ഘനം ആരും എതിരായിട്ട് അവിടെ ഒന്നും എഴുതിയിട്ടില്ല, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം, ഭയഭക്തിയോടുകൂടി പെട്ടകം നിർമ്മിച്ചു എല്ലാവരും കൂടെ. ആരും മറുതലിക്കില്ല. അതുപോലെ ജീവിതമാണ്. സഹോദരിമാരെ, നമുക്കിന്ന് നഷ്ടപ്പെട്ടതും അതുതന്നെയല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പറയുന്ന വാക്കിനെ ആളുകൾ അംഗീകരിക്കണമെന്നാണ്. നമ്മൾ പറയുന്ന വാക്കിനെ ആളുകൾ അംഗീകരിക്കണമെങ്കിൽ നമ്മളെ അംഗീകരിക്കണം, നമ്മുടെ ജീവിതത്തെ അംഗീകരിക്കണം. അപ്പനും അമ്മയും മക്കളോട് എന്തെങ്കിലും പറയുമ്പോൾ ആ വാക്കിന് മക്കൾ ചെവി കൊടുക്കണമെങ്കിൽ മക്കൾ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തെ അംഗീകരിക്കണം. എൻ്റെ അപ്പൻ ഭക്തിയുള്ള അപ്പനാ, പ്രാർത്ഥിക്കുന്ന അപ്പനാ, ദൈവത്തെ ഭയപ്പെടുന്ന അപ്പനാ. അതുകൊണ്ട് അപ്പൻ പറഞ്ഞാൽ അനുസരിക്കണം. അങ്ങനെയായിരുന്നു ഇയ്യോബിൻ്റെ ജീവിതം, ഇയ്യോബിൻ്റെ പെരുമാറ്റം. ആ സ്വാധീനത നോക്കുക. സ്വാധീനത എന്തുമാത്രം സ്വാധീനത. ഇദ്ദേഹം വെറുതെ പണമുണ്ടാക്കാനായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളല്ല. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഹി വാസ് അപ്രൈറ്റ്. അവൻ സത്യസന്ധനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു. ഞാൻ അതായത് ഇദ്ദേഹത്തിന് ധാരാളം ദാസജനം, അല്ലേ, ധാരാളം ദാസജനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആരാ? യജമാനനാ. ഞാനിങ്ങനെ വിചാരിക്കുന്നു, ഒറ്റ ദാസൻ പോലും യജമാനൻ്റെ എതിരായിട്ട് നിന്ന് പറയത്തില്ല ഞങ്ങൾ ജോലി ചെയ്തതിൻ്റെ കൂലി ഇദ്ദേഹം തന്നിട്ടില്ല. ഒറ്റ ദാസൻ പോലും പറയത്തില്ല ഞങ്ങളുടെ കൂലി ഇദ്ദേഹം പിടിച്ചു വെച്ചു, അല്ലെങ്കിൽ പകുതി കൂലിയെ തന്നുള്ളൂ. അദ്ദേഹം പറയില്ലത്. ഇദ്ദേഹം ജീവിച്ചിരുന്നത് ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ്. കാരണം ഇസ്രായേലിനെ കുറിച്ചോ ന്യായപ്രമാണത്തെക്കുറിച്ചോ ഒന്നും ഈ പുസ്തകത്തിൽ ഒന്നും കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള ഏതോ ഒരു കാലഘട്ടം, ഒരുപക്ഷെ അബ്രഹാമിനും മോശയ്ക്കും ഇടയ്ക്കുള്ള ഏതോ ഒരു കാലഘട്ടം, അങ്ങനെ അനുമാനമാണ്. ഏതെങ്കിലും കാലഘട്ടം ആയിക്കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എഴുതപ്പെട്ട പ്രമാണങ്ങളൊന്നും ഇല്ല. പക്ഷെ ലേവ്യ പുസ്തകത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കൂലിക്കാരനെ വിളിച്ചാൽ അവൻ്റെ കൂലി നിന്റെ കയ്യിൽ രാത്രി മുഴുവൻ ഇരിക്കാൻ പാടില്ല. അവൻ്റെ കൂലി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുത്തോണം. ഇല്ലെങ്കിൽ അവൻ എന്നോട് നിലവിളിക്കും, ഞാനത് കേൾക്കും. ഇത് പഴയ നിയമമാണ്. പഴയ നിയമമാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പാടുണ്ടോ? ഇല്ല. യാക്കോബ് പുതിയ നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നു നോക്കാം. യാക്കോബിൻ്റെ ലേഖനം നോക്കുക. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 5-ാം അധ്യായം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നോക്കുക. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ക്രൈസ് ഔട്ട് എഗെയിൻസ്റ്റ് യു എന്നാ, നിങ്ങൾക്കെതിരായിട്ട് നിലവിളിക്കുന്നുവല്ലോ എന്നാ വരേണ്ടത്. നിങ്ങൾക്കെതിരായിട്ട് നിലവിളിക്കുന്നു. നിങ്ങൾ പിടിച്ചു വച്ച കൂലി. വേലക്കാരുടെ കൂലി കൊടുക്കണം, പിടിച്ചു വെക്കരുത്.
ദൈവം വെറുക്കുന്ന കാര്യമാണ് അത് ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിലും എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം പറയുക, നീ ഒരുത്തനെ കൂലിക്ക് വിളിച്ചാൽ അദ്ദേഹത്തിന് പറഞ്ഞ് ഒത്ത കൂലി കൊടുത്തോണം. അവിടെ ബാർഗൈനിങ് ഒന്നും പാടില്ല. അവൻ്റെ കൂലി നിന്റെ പോക്കറ്റിൽ ഇരിക്കാൻ പാടില്ല. അവന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവൻ്റെ കൂലി കൊടുക്കണം. കാരണം അവൻ ഈ കൂലി കൊണ്ടുവന്നിട്ട് വേണം അവൻ്റെ അന്നത്തെ ആഹാരം കഴിക്കാൻ. അല്ലെങ്കിൽ അവൻ എന്നോട് നിലവിളിക്കും, ഞാനത് കേൾക്കും, നിനക്കത് ഒരിക്കലും നന്മയ്ക്കായിട്ട് തീരുകയില്ല. സഹോദരന്മാരെ, ഈ കാര്യത്തിൽ സത്യസന്ധത വേണം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മാസം വീട്ടിൽ പേപ്പർ ഇടുന്ന ഒരു വ്യക്തി ആ മാസം കഴിയുമ്പോൾ പേപ്പറിൻ്റെ പണം ചോദിക്കാനായിട്ട് വരുമ്പോൾ വലിയ പൈസ ഒന്നുമില്ല, നാളെ വാ, നാളെ കഴിഞ്ഞ് വാ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ചിലർക്കൊക്കെ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടായിരിക്കാം. ചെയ്യരുത്. ആ മനുഷ്യൻ ഒരു മാസം അധ്വാനിച്ചതിൻ്റെ കൂലിയാണ് ചോദിക്കുന്നത്. അത് കൊടുക്കണം. അത് കൊടുക്കാതിരുന്നാൽ അത് പാപമാണ്. സത്യസന്ധരായിരിക്കണം. അപ്രൈറ്റ്. ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഈ ബിസിനസ്സുകാരനെ കുറിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് ഇൻഡയറക്റ്റായിട്ട് പ്രതിപാദിക്കുന്ന ഒരു വാക്യം ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിലുണ്ട്. ആവർത്തന പുസ്തകം 25, ഡ്യൂട്രോണമി 25. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ ദൈവം വെറുക്കുന്ന കാര്യം അവിടെ എഴുതിയിരിക്കുക. 25-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യങ്ങൾ നോക്കുക. നിന്റെ സഞ്ചിയിൽ തൂക്കമേറിയതും കുറഞ്ഞതുമായ 2 തരം പടി ഉണ്ടാകരുത്. നിന്റെ വീട്ടിൽ മുറുക്കവും ഇളപ്പവുമായ 2 തരം പറയും ഉണ്ടാകരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിന്റെ പടി ഒത്തതും ന്യായമായുള്ളതുമായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ പറയും ഒത്തതും ന്യായമായതുമായിരിക്കണം. ഈ വകയിൽ അന്യായം ചെയ്യുന്നവനൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇവിടെ പടി അല്ലെങ്കിൽ തൂക്കം പടി എന്ന് പറഞ്ഞാൽ അളക്കുന്ന അളവുകോല. അതൊന്നുകിൽ തൂക്കുന്ന അതായിരിക്കാം, അല്ലെങ്കിൽ അളക്കുന്ന പടിയായിരിക്കാം, പറയായിരിക്കാം. ഇത് ബിസിനസ്സോട് ബന്ധപ്പെട്ട വാക്കുകളാണ്. നമ്മൾ ഈ തൂക്കമൊക്കെ എപ്പോഴാണ് ചെയ്യുന്നത്? നമ്മളൊരു കടയിൽ ചെന്ന് കച്ചവടം നടത്തുന്ന ഒരാളുടെ അടുക്കൽ ചെന്നിട്ട് 1 കിലോ പഞ്ചസാര വാങ്ങിക്കുന്നു. 1 കിലോ പഞ്ചസാര. അപ്പോൾ 1 കിലോയുടെ 1000 ഗ്രാമിൻ്റെ ഒരു കട്ടി ഒരു തുലാസിൽ വെക്കുന്നു. പഞ്ചസാര നിറച്ച ആ കൂട് മറ്റേ തുലാസിൽ വെക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 ഗ്രാമാണ് കിട്ടുന്നത്. 1000 ഗ്രാം പഞ്ചസാര കിട്ടുമ്പോൾ 1000 ഗ്രാം പഞ്ചസാരയ്ക്കുള്ള പണം നാം കൊടുക്കുന്നു. 2 തരം പടി അല്ലെങ്കിൽ തൂക്കം, അളവെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ കയ്യിൽ 1000 ഗ്രാമുള്ള കട്ടിയുമുണ്ട്, 900 ഗ്രാമുള്ള കട്ടിയുമുണ്ട്. ഇത് രണ്ടും 2 സമയത്ത് ഉപയോഗിക്കാം. ഞാൻ ഒരാൾക്ക് തൂക്കി വിൽക്കുമ്പോൾ 1000-ന് പകരം 900 ഉള്ള ആ കട്ടി വെച്ചിട്ട് 1000 എന്ന നിലയിൽ 1 കിലോ എന്നുള്ള നിലയിൽ വിൽക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ വിറ്റത് പേരിന് 1 കിലോ ആണെങ്കിലും വാസ്തവത്തിൽ കൊടുത്തത് 900 ഗ്രാമേ ഉള്ളൂ. എനിക്ക് 1 കിലോയുടെ പണം കിട്ടി. എൻ്റെ കയ്യിൽ ഒരാൾ സാധനം എനിക്ക് തരാൻ വരികയാണെങ്കിൽ അപ്പോഴും ഞാനൊരു കട്ടി ഉപയോഗിക്കാം. എനിക്ക് വേണമെങ്കിൽ 1000 ഗ്രാം എന്നുള്ളത് 1100 ഗ്രാമിൻ്റെ ഒരു കട്ടിയാക്കാം. ഞാൻ 1 കിലോ വെക്കുന്നു, എനിക്ക് സാധനം വിൽക്കുന്നയാൾ വിചാരിക്കുന്നു ഇത് 1 കിലോയാണ്, പക്ഷെ വാസ്തവത്തിൽ അത് 1 കിലോയും 100 ഗ്രാമും ഉണ്ട്. 2 തരം അളവ്. ദൈവം വെറുക്കുന്നു. കള്ളത്തരം കാണിക്കരുതെന്ന് എൻ്റെ അർത്ഥം. നിന്റെ ബിസിനസ്സിൽ കള്ളത്തരം കാണിക്കരുത്, മനുഷ്യനെ വഞ്ചിക്കരുത്.
ഒരു ബിസിനസ്സിലും വഞ്ചന കാണിക്കരുത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് അത് വെറുപ്പാകുന്നു. ദൈവം വെറുക്കുന്നു അത്. ഇത് എവിടെയെല്ലാം ഇങ്ങനെ നടക്കുന്നു. അതായത് ഒരു സ്കൂളിൽ, പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒരു സ്കൂളിൽ ഒരു വ്യക്തി ഒരു സ്കൂൾ നടത്തുകയാണ്. ആ സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ അവരെ കൊണ്ട് എല്ലാ മാസവും ഒപ്പിട്ട് വൗച്ചർ എഴുതി ഒപ്പിട്ട് വാങ്ങിപ്പിക്കും. വൗച്ചറിൽ എഴുതിയിരിക്കുന്നത് സാലറി 50,000 രൂപ എന്നാണ്. അത് വൗച്ചറിൽ. പക്ഷേ കൊടുക്കുന്നത് 30,000 ഉള്ളൂ. ഇത് സർക്കാരിനെ കാണിക്കാനായിട്ടാ. 2 തരം. നീ എന്താ ചെയ്യുന്നത്? കബളിപ്പിക്കുക. ദൈവം വെറുക്കുന്നു. ദൈവം വെറുക്കുന്നു ഇത്. നമ്മളെല്ലാം ഈ 2 തരം അളവ് ഉപയോഗിക്കുന്നവരാ. എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? മറ്റൊരാളുടെ പാപം തൂക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന അതേ തുലാസ് അല്ല എൻ്റെ പാപവും എൻ്റെ കുടുംബത്തിൻ്റെ പാപവും തൂക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് ഞാൻ വേറെ കട്ടിയാണ് വെക്കുന്നത്. വേറെ ഒരാളുടെ പാപം തൂക്കാനാണെങ്കിൽ അതിനൊരു കട്ടി, എൻ്റെ കുടുംബത്തിൻ്റെ പാപം അളക്കാനാണെങ്കിൽ അതിന് വേറൊരു കട്ടി. 2 അളവാണ് എൻ്റെ കയ്യിലുള്ളത്. നമ്മുടെ എല്ലാവരുടെ കയ്യിലുണ്ടത്. ദൈവം വെറുക്കുന്നു. യഹോവയ്ക്ക് വെറുപ്പാകുന്നു. 2 തരം തുലാസ്, 2 തരം പടി, 2 തരം പറ, ഒത്തതും ഒക്കാത്തതും. ലാഭം എവിടെ ലഭിക്കുമോ അവിടെ എന്ത് വെക്കണമോ അതറിയാം നമുക്ക്. ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ദൈവം പറയുന്നു ഹി വാസ് അപ്രൈറ്റ്, ഹി വാസ് ജസ്റ്റ്. അവൻ സത്യസന്ധനായിരുന്നു. അതെന്തൊരു വലിയ സർട്ടിഫിക്കറ്റാ. ഇദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു എന്ന് നാം കണ്ടു. പഴയ നിയമത്തിൽ ഞാൻ അവിടെ ഇദ്ദേഹത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ഞാനിങ്ങനെ വിചാരിക്കുന്നു, ഈ പ്രമാണങ്ങളൊന്നും ഇയ്യോബിന് അന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളൊന്നും ഇയ്യോബിൻ്റെ കയ്യിലില്ല. പിന്നെ ഇയ്യോബിന് ഇതൊക്കെ എങ്ങനെ അറിയാം? അതൊക്കെ ദിവ്യമായ വെളിപ്പാടുകളായിരുന്നു. ഇയ്യോബിന് അന്ന് പഴയ നിയമ ഭക്തന്മാർക്ക് തിരുവെഴുത്ത് എഴുതപ്പെട്ട് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് പഴയ നിയമ ഭക്തന്മാർക്ക് ദിവ്യമായ വെളിപ്പാടുകൾ ലഭിച്ചിരുന്നു. അബ്രഹാം അതുപോലെയായിരുന്നു. അബ്രഹാം ഈ ദശാംശം കൊടുക്കണമെന്ന് അബ്രഹാമിനോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. അതുവരെ ആരും ദശാംശം കൊടുത്തത് അബ്രഹാം കണ്ടിട്ടില്ല. ദശാംശം കൊടുക്കണമെന്ന് എഴുതപ്പെട്ട് കിട്ടിയത് പിന്നെയും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാ. പക്ഷേ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു, അല്ലേ? മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. എവിടെയെങ്കിലും കണ്ടോ? എവിടെയും കണ്ടില്ല. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞു. മകനൊരു ഭാര്യയെ എടുക്കണമെന്ന് ഉള്ള സമയമായപ്പോൾ ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിന്നും വേണ്ട, കനാന്യരുടെ അടുക്കലാണ് നമ്മൾ, കനാന്യരുടെ നടുവിലാണ് നമ്മൾ താമസിക്കുന്നത്, പക്ഷേ ഇവിടെ നിന്ന് വേണ്ട, എൻ്റെ ഗ്രാമത്തിലോട്ട് പോകണം, മെസപ്പൊത്തോമിയയിൽ. അവിടെ ചെന്നിട്ട് അവിടെ നിന്നൊരു പെൺകുട്ടിയെ കൊണ്ടുവരണം, ഇവിടെ നിന്ന് വേണ്ട. എന്തുകൊണ്ടാ? ഇത് കനാന്യരാ, ഇവരെ വേണ്ട. ഇവർ ഹാമിൻ്റെ സന്തതിയാ, ശപിക്കപ്പെട്ടവരാ. മറ്റത് ശേമിൻ്റെ സന്തതിയാ അവിടെയുള്ളത്. ശേമിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത സന്തതി വരുന്ന വംശാവലിയാണ് ശേമിൻ്റെ സന്തതി. ആ മനുഷ്യന് അന്ന് ആ പ്രകാശനം ലഭിച്ചു. ശപിക്കപ്പെട്ട സന്തതിയിൽ നിന്നും എൻ്റെ മകന് ഭാര്യയെ വേണ്ട. ഇതൊന്നും എഴുതി കൊടുത്തതല്ല, ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തതല്ല, ആരും പഠിപ്പിച്ചതല്ല. അത് അദ്ദേഹത്തിന് ലഭിച്ച ആത്മീയ ദിവ്യമായ പ്രകാശനമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇയ്യോബിന് അനേക കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രകാശനം ലഭിച്ചിരുന്നു. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, ഞാൻ അവനെ കാണും. ഇതൊക്കെ നമ്മൾ ഇന്ന് പുസ്തകത്തിൽ വായിക്കുന്നതാ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുസ്തകമൊന്നും ഉണ്ടായിരുന്നില്ല.
ഞാൻ അവനെ കാണും, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. അത് അദ്ദേഹത്തിന് ലഭിച്ച അത്ഭുതകരമായ ദിവ്യമായ പ്രകാശനമായിരുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഒരു കൃഷിക്കാരനാണെങ്കിൽ ഞാനിങ്ങനെ വിചാരിക്കുന്നത്, ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ കൃഷി കറ്റ കൊയ്യുമ്പോൾ അരിക് തീർത്ത് കൊയ്യരുത്, പിന്നെ കാല പെറുക്കരുത്, അത് അഗതിക്കും വിധവമാർക്കും വേണ്ടി വിട്ടേക്കണം. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഹി വാസ് അപ്രൈറ്റ്, അവൻ സത്യസന്ധനായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുള്ള ഒറ്റ രൂപ പോലും അന്യായമായിട്ട് സമ്പാദിച്ചതല്ല, ഒറ്റ രൂപ പോലും അയോഗ്യമായിട്ട് നിയമപരമല്ലാതെ സമ്പാദിച്ചതല്ല. ഈ എല്ലാം നഷ്ടപ്പെട്ട്, മക്കൾ 10 പേരും നഷ്ടപ്പെട്ടുവെന്ന് ഇയ്യോബ് അറിഞ്ഞപ്പോൾ ഇയ്യോബ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളൂ, നാം ആവർത്തിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. 21-ാം വാക്യത്തിലത്, 1-ാം അധ്യായത്തിൻ്റെ. യഹോവ തന്നു, യഹോവ എടുത്തു. ആരാ തന്നത്? തന്നത് യഹോവയാ തന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കയ്യിലുള്ള ഓരോ പൈസയെക്കുറിച്ചും എനിക്ക് പറയാനായിട്ട് സാധിക്കും, ഇത് ദൈവം തന്നതാ. മോഷ്ടിച്ചുണ്ടാക്കിയ പണമാണെങ്കിൽ ദൈവം തന്നതാണെന്ന് പറയരുത്. അന്യായം അവിഹിതമായിട്ട് സമ്പാദിച്ച പണമാണെങ്കിൽ ദൈവം തന്നതാണെന്ന് പറയരുത്. അവിഹിതമായിട്ട് ലഭിച്ച പണത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പണത്തോടുള്ള ബന്ധത്തിൽ അതും ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ നാം വാസ്തവത്തിൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? നാം ചെയ്ത പാപത്തിൽ ദൈവത്തെ കൂടെ പങ്കാളിയാക്കുകയാണ്. അതെത്ര വലിയ അപരാധമാണ്. സഹോദരന്മാരെ, നമ്മുടെ കയ്യിലുള്ള ഒരു ചില്ലിക്കാശ് പോലും ഇത് ദൈവം തന്നതാണെന്ന് പറയാനുള്ള ധാർമ്മിക യോഗ്യത നമുക്കുണ്ടാകണം. ഞാൻ ആരെയും കബളിപ്പിച്ച് വാങ്ങിച്ചതല്ല, വാങ്ങിച്ചതല്ല, ഉണ്ടാക്കിയതല്ല, നേടിയതല്ല. ഞാൻ അന്യായം ചെയ്തിട്ടില്ല, ഞാൻ അയോഗ്യമായിട്ട് സമ്പാദിച്ചിട്ടില്ല, ഞാൻ അവിഹിതമായിട്ടൊന്നും ചെയ്തില്ല, ഞാൻ ആരെയും പ്രലോഭിപ്പിച്ച് ചക്കരവാക്ക് പറഞ്ഞ് അങ്ങനെ നേടിയതുമല്ല. ദൈവം തന്നതാ ഓരോ പൈസയും. അത് പണമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, യഹോവ തന്നു. അങ്ങനെയായിരുന്നു. ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വാക്യം എൻ്റെ മനസ്സിൽ വന്നത് ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നോക്കാം. ആവർത്തനം ഡ്യൂട്രോണമി 23, ആവർത്തനം 23-ന്റെ 18-ാമത്തെ വാക്യം. വേശ്യയുടെ കൂലിയും നായുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത്. ഇവ രണ്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്ന് ദൈവം നോക്കും. അതായത് കർത്താവ് ഭണ്ഡാരത്തിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെയല്ലേ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്? യെരൂശലേം മന്ദിരത്തിൽ, ദൈവാലയത്തിൽ കർത്താവ് ഭണ്ഡാരത്തിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെ കൊടുക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വന്ന് തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് വിട്ടു. വിധവയായ ഒരു സ്ത്രീ വന്നിട്ട് 2 കാശിട്ടു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ എത്രയാണ് നല്ല കർത്താവ് നോക്കുന്നത്? ആര് എങ്ങനെ കൊടുക്കുന്നു, എന്തോ മനോഭാവത്തോട് കൊടുക്കുന്നു എന്നാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ വേറൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇവിടെ പറയുന്നത് നീ കൊണ്ടുവന്ന് കൊടുക്കുന്ന പണമുണ്ടല്ലോ, അതിൻ്റെ സ്രോതസ് എവിടെയാണെന്ന് ദൈവം നോക്കും. എവിടുന്നാ നിനക്ക് പണം കിട്ടിയത്? എവിടുന്നാ പണം കിട്ടി? ഇന്നത്തെ ഇൻകം ടാക്സുകാരൊക്കെ ചോദിക്കും, നിന്റെ കയ്യിൽ 1,00,000 രൂപ വന്നു, ഇതിൻ്റെ സോഴ്സ് എവിടാ? ഇതെവിടുന്നാ വന്നത്? കണക്ക് പറയണം, ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കണം ഇതെവിടുന്നാ വന്നെന്ന്. ഇത് ദൈവം പണ്ട് പണ്ടേ ചോദിച്ചതാ. ഇത് ദൈവം പണ്ട് പണ്ടേ വെച്ചിരിക്കുന്ന നിയമമാണ്.
ഇതെവിടുന്നാ കിട്ടിയെന്ന് എനിക്കറിയണം. നിന്റെ കയ്യിൽ എങ്ങനെ ഇത് വന്നത്? വേശ്യയുടെ കൂലിയും നായുടെ വിലയും എന്ന് പറഞ്ഞാൽ, നായ ഒരു അശുദ്ധ മൃഗമാണ്. അതിൻ്റെ എനിക്ക് തോന്നുന്ന സാരാംശം എന്ന് പറയുന്നത്, അശുദ്ധി കൊണ്ട് സമ്പാദിച്ചതൊന്നും നിന്റെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. അതൊന്നും ദൈവാലയത്തിൽ കൊണ്ട് ദൈവത്തിന് കൊടുക്കരുത്. അത് അറപ്പാകുന്നു. അത് വേണ്ട, ഇങ്ങോട്ട് വരണ്ട. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ പണത്തോടുള്ള ബന്ധത്തിലും ഇത് ദൈവം തന്നതാണെന്നുള്ള ഉറച്ച ധൈര്യത്തിൽ പറയാനായിട്ട് സാധിക്കണം. ഇനി മറ്റൊരു കാര്യം, അല്ലാതെ സമ്പാദിച്ചതൊന്നും ദൈവത്തിന് കൊടുക്കരുത്. അതെല്ലാം അവിടെ ചെല്ലുന്നതിന് മുമ്പ് റിജക്റ്റ് ആകും. റിജക്റ്റഡ്. കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറഞ്ഞാൽ, ദൈവത്തിനുള്ളതെടുത്ത് കൈസർക്ക് കൊടുക്കരുത്, കൈസർക്കുള്ളതെടുത്ത് ദൈവത്തിനും കൊടുക്കരുത്. വേറൊരിടത്ത് കർത്താവ് പറഞ്ഞു, ചില മക്കൾ ചെയ്യുന്നത് അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ടത് കുറവാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താ? അതിൻ്റെ ആശയം, ഈ മാസം അപ്പനും അമ്മയുടെ ചെലവിന് വേണ്ടി എനിക്ക് 5000 രൂപ കൊടുക്കണമായിരുന്നു, അപ്പം ഞാനതെടുത്ത് സഭയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറയാ, ഈ പ്രാവശ്യം അപ്പനും അമ്മയ്ക്കും ഉള്ളത് ഞാൻ സഭയ്ക്ക് കൊടുത്തു പോയി, അതുകൊണ്ട് ഈ പ്രാവശ്യം അപ്പനും അമ്മയ്ക്കും ഒന്നുമില്ല. അത് ദൈവത്തിന് വേണ്ട. അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ടത് അപ്പനും അമ്മയ്ക്കും കൊടുത്താൽ മതി, അതെടുത്ത് ദൈവത്തിന് കൊടുക്കണ്ട. സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സിദ്ധാന്തങ്ങൾ, പ്രമാണങ്ങൾ, അത് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു എത്രയോ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തതയോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു മേഖലയാണ് സമ്പത്തിനോടുള്ള നമ്മുടെ സമീപനം. സാമ്പത്തികമായ ഇടപാടുകൾ ദൈവം ശ്രദ്ധിക്കുന്നു. അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തനായിരിക്കും. എന്ന് പറഞ്ഞാൽ 1 രൂപയിൽ നീ വിശ്വസ്തനായിരിക്കണം. 1 രൂപയല്ലേ, സാരമില്ല എന്നൊരിക്കലും നീ ചിന്തിക്കരുത്. 1,00,000 രൂപ ആണെങ്കിൽ വിശ്വസ്തനായിരിക്കണം. 1,00,000 രൂപയിൽ വിശ്വസ്തനായിരുന്നാൽ പോരാ, 1 രൂപയിലും വിശ്വസ്തനായിരിക്കണം. 1 രൂപ. ലോകത്തിലെ കോടതിയിൽ ഇപ്പം 1,00,000 രൂപ ഒരാൾ മോഷ്ടിച്ചാൽ പോലീസ് വന്ന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, കേസെടുക്കാം. 1 രൂപ മോഷ്ടിച്ചാലോ? ആരെങ്കിലും 1 രൂപ മോഷ്ടിച്ചെന്ന് വിചാരിക്കുക, ചിലപ്പോൾ ആരും അറിയത്ത് പോലുമില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ഒരു കാര്യമില്ല. അതൊക്കെ ആരാ ശ്രദ്ധിക്കുന്നേ? പക്ഷെ ദൈവം അത് ശ്രദ്ധിക്കും. 1 രൂപ മോഷ്ടിച്ചാലും 1,00,000 മോഷ്ടിച്ചാലും രണ്ടും മോഷണമാ. നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരിക്കണം. അങ്ങനെയുള്ളവന് മാത്രമേ അധികത്തിൽ വിശ്വസ്തനായിരിക്കാൻ സാധിക്കൂ. ലൂക്കോസ് 16-ാം അധ്യായത്തിലെ കർത്താവായ യേശു ക്രിസ്തു ഈ കാര്യം പറയുന്നത്, അത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളോടുള്ള ബന്ധത്തിലാണ്. അവിടെ കർത്താവ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ ദ്രവ്യാഗ്രഹികളായവർ അവനെ പരിഹസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർക്കിത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ദ്രവ്യാഗ്രഹികൾക്ക് കർത്താവ് പറഞ്ഞു, സകലവിധ ദ്രവ്യാഗ്രഹവും വിട്ടോടുവിൻ. അത് ലോക മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ലോക മനുഷ്യൻ പറയാം, 1 രൂപയല്ലേ, അത് വലിയ കാര്യമാണോ? അതെ, കാര്യമാണെന്നാണ് ദൈവം പറയുന്നത്. കാര്യമാണ്, വിട്ടുകളയരുത്. ദൈവം ശ്രദ്ധിക്കുന്നു. ഈ ചെറിയ വിഷയത്തിൽ പോലും ദൈവം ശ്രദ്ധിക്കുന്നു. ഹി വാസ് അപ്രൈറ്റ്. അവൻ സത്യസന്ധനായിരുന്നു. പണത്തോടുള്ള നമ്മുടെ സമീപനം. വേറെ കാര്യം, ഈ പണത്തോടുള്ള സമീപനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ പണം ഈ വേസ്റ്റാക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പണം പല വിധത്തിൽ വേസ്റ്റാക്കാം. ഈ 12 കൊട്ട അപ്പം നിറച്ച സംഭവം നമുക്കറിയാമല്ലോ.
യോഹന്നാൻ 6-ാം അധ്യായത്തിലാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ത്തിലധികം പുരുഷന്മാരെയും 5000 പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ പോറ്റി പുലർത്തി എന്ന് പറഞ്ഞാൽ അവരെല്ലാം തിന്ന് തൃപ്തരായെന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അപ്പം ഒന്നും കളയരുത്, നഷ്ടമാക്കാതെ ശേഖരിക്കാൻ പറഞ്ഞു. അപ്പം ഒന്നും നഷ്ടമാക്കരുത്, വേസ്റ്റ് ചെയ്യരുത്. ശിഷ്യന്മാരെല്ലാം കൂടെ ശേഖരിച്ചപ്പം 12 കൊട്ട കിട്ടി എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞെന്താ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്, ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. വേസ്റ്റ് ചെയ്യാൻ പാടില്ല, ഒരപ്പം പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നിറച്ചെടുത്തോണം. ഇത് ഒന്നുകിൽ ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെ പിന്നീട് ഇത് ഉപയോഗിക്കാം. ചെയ്യരുത്, നമ്മോടാ പറയുന്നത്, ചെയ്യരുത്. നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ അധ്വാനിച്ച പണമല്ലേ, ഞാൻ സമ്പാദിച്ച പണമല്ലേ, എൻ്റെ പണമല്ലേ, എൻ്റെ പണം എനിക്ക് എങ്ങനെയും ചിലവാക്കാം. പോരാ, പറ്റില്ല, പറ്റില്ല. ദൈവം നോക്കുന്നു ഇത്. പണം ചെലവാക്കുന്നത് എങ്ങനെയാ? നാനാവിധമാക്കി കളയും. നാം ഇന്നലെ മുടിയമ്പുത്തൻ്റെ കാര്യം പറഞ്ഞല്ലോ, നാനാവിധമാക്കി കളയുകയാണോ? അതുകൊണ്ടാണ് നാം ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞത്. ഇയ്യോബിൻ്റെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും ഇയ്യോബിന് എപ്പോഴും ഒരു ബോധ്യമുണ്ടായിരുന്നു, യഹോവ തന്നതാണ്, യഹോവ തന്നതാണ്. യഹോവ തന്നതാണെങ്കിൽ യഹോവയ്ക്ക് കണക്ക് കൊടുക്കണമേ. ഓരോ പൈസയെക്കുറിച്ചും ദൈവത്തിന് കണക്ക് കൊടുക്കണം. ദൈവം തന്നതാണെങ്കിൽ കണക്ക് ചോദിക്കും. ദൈവം തന്നതാണെങ്കിൽ കണക്ക് ചോദിക്കും. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെലവാക്കാനുള്ളതല്ല, നാനാവിധമാക്കാനുള്ളതല്ല എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പണം. കാരണം ഈ തന്ന പണത്തിൻ്റെ ഓരോ പൈസയ്ക്ക് കണക്ക് കൊടുക്കണം. യഹോവ തന്നു, യഹോവ തന്നതാണെങ്കിൽ യഹോവയ്ക്ക് കണക്ക് കൊടുക്കണം. സഹോദരന്മാരെ, സഹോദരിമാരെ, പണത്തോടുള്ള നമ്മുടെ സമീപനത്തിൽ വിശ്വസ്തതയില്ലെങ്കിൽ ഹി വാസ് അപ്രൈറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഹി വാസ് അപ്രൈറ്റ്. അവൻ നേരുള്ളവനായിരുന്നു. അവൻ നേരുള്ളവനായിരുന്നു. അവൻ സത്യസന്ധനായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വക്രതയില്ലാത്തവനായിരുന്നു. ഈ കുരുട്ടുബുദ്ധി ഇല്ലാത്തവനായിരുന്നു. വഞ്ചിക്കുന്നവനായിരുന്നില്ല. അഴിമതിയില്ലാത്തവനായിരുന്നു. വഴിവിട്ട് നടക്കുന്നവനായിരുന്നില്ല. ഹി വാസ് അപ്രൈറ്റ്. ആ കാര്യം ഇയ്യോബിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലും ആപ്ലിക്കബിളാണ്. ഹി വാസ് അപ്രൈറ്റ്. അവന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഒരു ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീ അവൻ്റെ ജീവിതത്തിലല്ലായിരുന്നു. ഹി വാസ് അപ്രൈറ്റ്. അവൻ അവൻ്റെ ഭാര്യയെ കണ്ടതുപോലെ ലോകത്തിൽ മറ്റൊരു സ്ത്രീയെയും കണ്ടിരുന്നില്ല. ഹി വാസ് അപ്രൈറ്റ്. അവൻ സത്യസന്ധനായിരുന്നു. കുടുംബജീവിതത്തിൽ, ധാർമ്മിക ജീവിതത്തിൽ അവൻ നേരുള്ളവനായിരുന്നു. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഗവൺമെൻറ് പോലും പെർമിഷൻ തന്നിരിക്കുക. ഗവൺമെൻറ് പോലും അവിഹിത ബന്ധങ്ങളൊന്നും തെറ്റല്ല എന്ന് ഗവൺമെൻറ് പോലും പറയുന്ന ഒരു കാലഘട്ടം. കുടുംബേതര ബന്ധങ്ങളൊന്നും അതിൽ തന്നെ തെറ്റല്ല എന്ന് ഗവൺമെൻറ് പറയുന്ന ഒരു കാലഘട്ടം. വിവാഹത്യാഗവും പുനർവിവാഹവും ഒക്കെ സമൂഹം അംഗീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറ. വക്രത എന്ന് പറഞ്ഞാൽ എന്താ? ക്രൂക്കഡ്നെസ്, വക്രത, വളഞ്ഞ വഴി. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഇന്നലെ നാം ഓർത്തു, നിഷ്കളങ്കരായി, ബ്ലെയിംലെസ്, അപ്രൈറ്റ്. നിനക്കൊരു പ്രമാണം വേണം. ഞാൻ ഈ ഇയ്യോബിൻ്റെ ചിലപ്പോഴൊക്കെ ചിലർ ഇങ്ങനെ പറയും, ഇയ്യോബിൻ്റെ ഭാര്യ നീ പോയി ചത്തുകളാന്നൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ ആ സ്ത്രീയെ വിട്ട് കാണുമോ, അവളെ ഒഴിവാക്കി കാണുമോ, വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് കാണുമോ, ആ സ്ത്രീയിൽ നിന്നായിരിക്കുമോ പിന്നീട് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചത്? 42-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്.
അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ സ്ത്രീയോടുകൂടി ഇയ്യോബ് വീണ്ടും ജീവിച്ചു. അതേ സ്ത്രീയോടുകൂടി. ദൈവത്തെ ത്യജിച്ചിട്ട് പോയി ചത്തുകളാ എന്ന് ഏത് സ്ത്രീ പറഞ്ഞുവോ അതേ സ്ത്രീയോടുകൂടി പിന്നെയും ഇയ്യോബ് ജീവിച്ചു. 140 വർഷമാണെന്ന് തോന്നുന്നു. പിന്നെയും അതേ സ്ത്രീയോടുകൂടി ജീവിച്ചു. അവർക്ക് വീണ്ടും 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. ഹി വാസ് അപ്രൈറ്റ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പരീക്ഷന്മാരെ വന്ന് കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് ചോദിക്കുക, ഏത് കാരണം ചൊല്ലിയും സ്ത്രീയെ ഉപേക്ഷിക്കാമോ, വിഹിതമോ? നീ ഇയ്യോബിനെ നോക്കി പഠിക്കുക. എഫേസ്യ ലേഖനം 5-ാം അധ്യായം ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു ഭാര്യയോടുകൂടി ജീവിച്ച വ്യക്തിയാണ് ഇയ്യോബ്. ഇന്ന് ഈ പ്രമാണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കളഞ്ഞു. വിവാഹമോചനവും അനുവദിക്കപ്പെട്ടു, പുനർവിവാഹവും അനുവദിക്കപ്പെട്ടു. നമ്മൾ കുഴിയിലേക്ക് ഇറങ്ങി ഏറ്റവും താഴെ എത്തി. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ബൈബിൾ അങ്ങനെ എന്തെല്ലാം പറയും. അല്ലെ, നമ്മുടെ ഒരു മനോഭാവം അങ്ങനെ ആയിപ്പോയി. ബൈബിൾ അങ്ങനെ എന്തെല്ലാം പറയുന്നു, അതെല്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? ഈ മനുഷ്യൻ എപ്പോഴും ഒരു വെല്ലുവിളി ആയിരിക്കണം. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബൈബിൾ ഇല്ലായിരുന്നു. അദ്ദേഹം ജീവിച്ചു. ഹി വാസ് അപ്രൈറ്റ്. നേരുള്ളവനായിരുന്നു. കുടുംബജീവിതത്തിൽ നേരുള്ളവൻ, സംതൃപ്തിയുള്ളവൻ. അനേക കാര്യങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഞാൻ അടുത്തതായിട്ട് ഇയ്യോബിനെ കുറിച്ച് പറയുന്ന ആ വാക്കും കൂടെ ഒന്ന് ചിന്തിക്കാമെന്ന് കരുതുന്നു. അതിൻ്റെ മൂന്നാമതായിട്ട് ഇയ്യോബിനെ കുറിച്ച് പറയുന്ന വാക്ക്, അവൻ ദൈവഭക്തനായിരുന്നു, അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു. ഹി വാസ് ബ്ലെയിംലെസ്, അപ്രൈറ്റ്, ഫിയറിങ് ഗോഡ്. ദൈവഭക്തനായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ഈ ഭയം പല വിധത്തിലുണ്ട്. ഭയം വാസ്തവത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനേക അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഭയം. ഭയമില്ലായിരുന്നെങ്കിൽ ഒത്തിരി അപകടങ്ങൾ നമുക്കുണ്ടായേനെ. ഭയം നമ്മെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഒരു സിംഹം വന്നു, ഭയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് പോകും, മുമ്പോട്ട് പോകും. അത് ഭയം, അത് ദൈവദത്തമാ. ഈ ഭയം ദൈവദത്തമാ. അപകടങ്ങളെ ഭയക്കുന്ന, സ്വയരക്ഷയ്ക്ക് വേണ്ടി അപകടങ്ങളെ ഭയക്കാനുള്ള കഴിവ് ദൈവദത്തമാ. തീയുടെ അടുക്കിലേക്ക് പോകാൻ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വയർ അത് ഇൻസുലേഷൻ ഇല്ലാത്തതാണെങ്കിൽ അതിൻ്റെ സമീപത്ത് പോകാൻ, അതിനെ തൊടാൻ നാം ഭയപ്പെടുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഭയം, അത് ദൈവദത്തമാണ്. എന്നാൽ അനാവശ്യമായ ഭയമുണ്ട്. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞ ഭയപ്പെടേണ്ട. ഇത് രണ്ടും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഭയപ്പെടേണ്ട എന്ന് എഴുതിയിട്ടുണ്ട്, ഭയപ്പെടണം എന്ന് എഴുതിയിട്ടുണ്ട്. പരസ്പര വിരോധമാണോ? അല്ല. ചില ഭയങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് എഴുതിയാലും നമ്മൾക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ഭയക്കാൻ പാടില്ലാത്തതിനെ നാം ഭയപ്പെടുന്നു. എന്നാൽ ഭയപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. ഇയ്യോബ് ദൈവത്തെ ഭയപ്പെട്ടു. ഞാൻ ആ ദൈവഭയം എന്നുള്ള വിഷയത്തിൽ അതൊരു വലിയ വിഷയമാണെന്ന് നമുക്കറിയാം. ഞാൻ ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഭയത്തിന് അടിസ്ഥാനമായിരിക്കുന്ന 2 കാരണങ്ങൾ. ഇയ്യോബ് എന്തുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെട്ടത്? ഒന്ന്, ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുമോ എന്നുള്ളൊരു ഭയം. ദ ഫിയർ ഓഫ് ബ്രേക്കിംഗ് ഓർ ഗ്രീവിങ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. The fear of grieving the heart of God. ദൈവം ദുഃഖിക്കുമോ എന്നുള്ളൊരു ഭയം. ഇത് എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകേണ്ട ഭയമാണ്. എല്ലാ വിശ്വാസികൾക്കും. ഞാൻ ഇന്നലെ നമ്മൾ ഈ മുടിയൻ പുത്രൻ്റെ ആ കഥ, പാരബിൾ, ഉപമ വായിക്കുമ്പോൾ അവിടെ ഈ അപ്പൻ പറയുന്നൊരു വാക്ക് എന്നെ വളരെ സ്പർശിച്ചു.
ഈ പുത്രൻ മടങ്ങി വന്നിട്ട് അപ്പൻ അയൽവാസികളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, എൻ്റെ ഈ മകൻ കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. പിന്നെ പറയുന്നത്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം എന്താണെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലെയിൻ മീനിങ് ഇതാണ്: എൻ്റെ മകൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയം മുതൽ ഇതൊരു മരണവീടായിരുന്നു. ഇതൊരു മരണവീടായിരുന്നു. ഒരു മകൻ മരിച്ച അപ്പൻ്റെ ദുഃഖമായിരുന്നു ഇന്ന് വരെയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ വിങ്ങുകയായിരുന്നു, ഞാൻ തേങ്ങുകയായിരുന്നു, എൻ്റെ ഹൃദയം പൊട്ടിയിരിക്കുകയായിരുന്നു, എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു, എനിക്ക് സ്വസ്ഥമായിട്ടൊരു നേരത്തെ ആഹാരം കഴിക്കാൻ സാധിച്ചിരുന്നില്ല, ഞാൻ ദുഃഖിക്കുകയായിരുന്നു. ഐ വാസ് ഗ്രീവിങ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. നമുക്ക് ഈ കോപിക്കുന്ന ദൈവത്തെ അറിയാം, ന്യായം വിധിക്കുന്ന ദൈവത്തെ നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നാം അറിയാതെ പോകുന്ന ഒരു ദൈവമുണ്ട്, ദുഃഖിക്കുന്ന ദൈവം. ദുഃഖിക്കുന്ന ദൈവം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പൗലോസ് പറഞ്ഞില്ലേ? അതിൻ്റെ ആശയം എന്താ? ദുഃഖിക്കും. എൻ്റെ പാപം എൻ്റെ ദൈവത്തിൻ്റെ നിയമത്തെ മാത്രമല്ല തകർക്കുന്നത്, എൻ്റെ പാപം എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തെ തകർക്കും. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു. സഹോദര സഹോദരി, ഈ ഒരു അറിവ് പാപം ചെയ്യുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കും. എസെക്കിയേൽ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, ഞാനൊന്ന് വായിക്കാം. 6-ാം അധ്യായം, ബുക്ക് ഓഫ് എസെക്കിയേൽ 6-ാം അധ്യായം. മലയാളത്തിൽ അത് അത്ര ക്ലിയർ അല്ല. ഇംഗ്ലീഷ് ബൈബിളുള്ളവർ ഒന്ന് നോക്കിയാൽ ആ വാക്യത്തിൻ്റെ ഏകദേശം നടുവിൽ ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഹൗ ഐ ഹാവ് ബീൻ ഹേർട്ട് ബൈ ദർ അഡൾട്രസ് ഹാർട്ട്സ് വിച്ച് ടേൺഡ് അവേ ഫ്രം മീ. എന്നെ വിട്ടകന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയം നിമിത്തം ഞാൻ എത്രമാത്രം മുറിപ്പെട്ടു. ഹൗ ഐ ഹാവ് ബീൻ ഹേർട്ട് ബൈ ദർ അഡൾട്രസ് ഹാർട്ട്സ് എന്ന് പറഞ്ഞാൽ, അവരുടെ ഹൃദയം പരസംഗത്തിലേക്ക് തിരിഞ്ഞപ്പോൾ എനിക്ക് വേദനയെടുത്തു, എനിക്ക് ദുഃഖമുണ്ടായി. യോസേഫ് പാപം ചെയ്യാതിരുന്നതിന്റെ കാരണം എന്തായിരുന്നു? അല്ലേ? ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ ഞാൻ ഈ മഹാദോഷം പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് അദ്ദേഹം പറഞ്ഞത്, അയ്യോ ഞാൻ ഇനി ചെയ്ത് എങ്ങാണം പിടിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ആ പേടി അല്ലായിരുന്നു യോസഫിന്. ആ പേടി അല്ലായിരുന്നു. ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതല്ല അദ്ദേഹത്തെ ഭരിച്ച ഭയം. ഞാൻ ദൈവത്തിന് വിരോധമായി ഈ ദോഷം പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്തെ ഞാൻ ദുഃഖിപ്പിക്കും. ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരന്മാരെ സഹോദരിമാർ, ഇന്ന് രാവിലെ ഞാൻ ഒരു ചോദ്യം എന്നോട് തന്നെ ചോദിക്കാം. നമ്മോട് ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ ഒത്തിരി പാപങ്ങൾ ചെയ്യാറില്ല, നല്ലതാണ്. പക്ഷേ നാം ഒത്തിരി പാപങ്ങൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ റീസൺ എന്താ? എന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്? ചെയ്യാതിരിക്കണം, പക്ഷേ ചെയ്യാതിരിക്കുന്നതിൻ്റെ റീസൺ കൂടെ ശരിയായിരിക്കണം. ഒരു കള്ളനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ തീഫാ, രാവിലെ മോഷ്ടിക്കാൻ ഇറങ്ങും. ബോംബെ പോലുള്ള പട്ടണങ്ങളിൽ അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. അവരുടെ ജോലി തന്നെ മോഷണമാണ്. രാവിലെ മോഷ്ടിക്കാൻ ഇറങ്ങും, റെയിൽവേ സ്റ്റേഷനിൽ പോകും, ബസ് സ്റ്റാൻഡിൽ പോകും. ഒരു ദിവസം അദ്ദേഹം പോയി ബസ് സ്റ്റാൻഡിൽ പോയി, റെയിൽവേ സ്റ്റേഷനിൽ പോയി. അന്നൊന്നും കിട്ടിയില്ല. രാത്രി വീട്ടിൽ വന്നു. അദ്ദേഹം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, കാരണം ഇന്ന് ഞാൻ മോഷ്ടിച്ചില്ല.
അദ്ദേഹം പറഞ്ഞ ശരിയാ, അന്ന് അദ്ദേഹം മോഷ്ടിച്ചില്ല. പക്ഷേ ചോദ്യം അതല്ല, മോഷ്ടിച്ചോ ഇല്ലയോ അതല്ല ചോദ്യം. മോഷ്ടിച്ചില്ലെങ്കിൽ മോഷ്ടിക്കാഞ്ഞതിൻ്റെ കാരണമെന്താ? അവസരം കിട്ടിയില്ല. അവസരം കിട്ടിയിരുന്നെങ്കിൽ ചെയ്തേനെ. ശരിയാണോ? നമ്മൾ ഒത്തിരി പാപങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവസരം കിട്ടാത്തതുകൊണ്ടാണ്. അവസരം കിട്ടിയിരുന്നെങ്കിൽ ചെയ്തേനെ. നമ്മൾ ഒത്തിരി പാപങ്ങൾ ചെയ്യാത്തതിൻ്റെ വേറൊരു കാരണം എന്താണെന്നറിയാമോ? സമൂഹം അറിയും എന്നുള്ള നാണക്കേട് കൊണ്ടാണ്. പിടിക്കപ്പെട്ടാലോ സഭയിൽ നിന്ന് പുറത്താക്കും, അല്ലെ നടപടി ഉണ്ടാകും, നാണക്കേടുണ്ടാകും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാപം ചെയ്യാതിരിക്കുന്നു. ഇയ്യോബിനോട് ചോദിക്കാം, ഇയ്യോബേ, നീ എന്തുകൊണ്ടാണ് പാപം ചെയ്യാത്തത്? ഞാൻ ഭയപ്പെടുന്നു. എന്ത് ഭയപ്പെടുന്നു? ദൈവം ദുഃഖിക്കുമോ എന്ന് ഭയപ്പെടുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഭയം നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആദ്യത്തെ സഭയെക്കുറിച്ച് വായിക്കണം. അവിടെ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്കുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യം. 42-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. പിന്നെ അടുത്ത വാക്യം നോക്കുക, അടുത്ത വാക്യം 43-ാമത്തെ വാക്യം. എല്ലാവർക്കും ഭയമായി. എന്തിനാ ഭയമായത്? എന്തുകൊണ്ടാണ് ഭയമായത്? 5-ാം അധ്യായത്തിൽ ഭയമുണ്ടായി. അതിനൊരു കാരണമുണ്ടായി. 2 പേർ സഭയിൽ മരിച്ചു. 2 പേർ സഭയിൽ മരിച്ചു എന്നല്ല പറയേണ്ടത്, 2 പേരെ കൊന്നു. ദൈവം കൊന്നു. അവിടെ ഭയമുണ്ടായി, മഹാഭയമുണ്ടായെന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. ഇവിടെ അങ്ങനെയൊന്നും നടന്നില്ല. പക്ഷെ എല്ലാവർക്കും ഭയമായി. ഇതെന്തൊരു ഭയമാ? ഞാൻ വിചാരിക്കുന്നത് ഇതാ ഒരു വിശ്വാസിയുടെ ആദ്യത്തെ ഭയം. ദൈവം വേദനിക്കുമോ എന്നുള്ളൊരു ഭയം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ. നമ്മുടെ അകത്തൊരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ അകത്ത് ഒരു വ്യക്തിയുണ്ട്. ഒരു വ്യക്തി. നമ്മളെപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തി നമ്മിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ആകുന്ന വ്യക്തിയാകുന്ന ദൈവം നമ്മിൽ വസിക്കുന്നു. നിങ്ങളിൽ വസിക്കുമാറാക്കിയ പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മൾ അങ്ങനെ ഒരു കാര്യം ഓർക്കാറേയില്ല. നമ്മുടെ അകത്ത് ഒരാൾ വസിക്കുന്നുണ്ട് എന്നുള്ള സത്യം നാം ഓർക്കാറേയില്ല. എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മാവ് നമ്മിൽ ദുഃഖിച്ചു. എത്രയോ പ്രാവശ്യം. പക്ഷെ പരിശുദ്ധാത്മാവ് എത്ര ദുഃഖിച്ചാലും നമ്മെ വിട്ടിട്ട് പോകില്ല. പോകാൻ പറ്റില്ല. കാരണം എന്നേക്കും ഇരിക്കേണ്ടതിനാ അവനെ തന്നിരിക്കുന്നത്. ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഇല്ല. അവനാൽ ആ മുദ്രയിട്ടിരിക്കുന്നത്. പക്ഷെ എത്രയോ പ്രാവശ്യം അവൻ ദുഃഖിച്ചു. നമ്മുടെ ചില ചിന്തകൾ അവനെ ദുഃഖിപ്പിച്ചു. നമ്മുടെ ചില സംസാരങ്ങൾ അവനെ ദുഃഖിപ്പിച്ചു. നമ്മുടെ ചില നോട്ടങ്ങൾ, നമ്മുടെ ചില പെരുമാറ്റങ്ങൾ, നമ്മുടെ ചില പ്രവർത്തികൾ എത്രയോ വട്ടം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അവൻ കരഞ്ഞു. യേശുക്രിസ്തു ഈ മുടിയനായ പുത്രൻ എന്ന് നമ്മൾ പറയുന്ന ആ കഥ, ആ ഉപമ പറഞ്ഞതിന് പിന്നിൽ അനേക സത്യങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു പിതാവിനെ കർത്താവ് വരച്ചു കാണിക്കും. ഒരു പിതാവ്. ആ വാസ്തവത്തിൽ ആ ഉപമയുടെ പേര് വേറൊരു പേരാ വരേണ്ടത്. സ്നേഹസമ്പന്നനായ പിതാവെന്നാ ഉപമയ്ക്ക് കൊടുക്കേണ്ട പേര്. അവിടുത്തെ ഹീറോ 2-ാമത്തെ പുത്രനുമല്ല, 1-ാമത്തെ പുത്രനുമല്ല. അവിടുത്തെ ഹീറോ ആ പിതാവാ. വസ്തു നാനാവിധമാക്കി കളഞ്ഞ പുത്രന് വേണ്ടി തന്നെത്താനെ കൊടുക്കുവാൻ, മുഴുവൻ കൊടുക്കുവാൻ താല്പര്യമുള്ള സന്നദ്ധനായ പിതാവ്. ആ പിതാവിനെ കർത്താവ് കാണിക്കുക. ദാണ്ടെ ഇത് സ്വർഗസ്ഥനായ പിതാവായത്. സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവ്
ഒരു മകൻ പാപം ചെയ്യുമ്പോൾ ആ പിതാവിനുണ്ടാകുന്ന ദുഃഖമാ ഈ വരികളിലൂടെ ആ പിതാവ് പറഞ്ഞത്. എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. അതുകൊണ്ട് പുത്രൻ മടങ്ങി വന്നപ്പോൾ പുത്രൻ്റെ സന്തോഷത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടില്ല. പുത്രൻ്റെ സന്തോഷത്തെക്കുറിച്ച് അവിടെ ഒന്നും എഴുതിയിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം പിതാവിൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ്. പിതാവാ സന്തോഷിക്കുന്നത്. ഈ പുത്രൻ ഇറങ്ങിപ്പോയത് മുതൽ ദുഃഖിക്കുകയായിരുന്നു പിതാവ്. സഹോദരന്മാരെ, എത്രയോ പ്രാവശ്യം നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് കേൾക്കാൻ ഈ പിതാവ് ആഗ്രഹിച്ചു. അപ്പാ. ആ വാക്യം ഒന്ന് വായിക്കാം. 15-ാം അധ്യായത്തിൻ്റെ ആ പിതാവിനെ കോരിത്തെറിപ്പിച്ച ഒരു വാക്യമായിരിക്കാം അത്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം. ആ പിതാവ് എത്രയോ നാളുകളായി ഈ മകൻ്റെ വായിൽ നിന്ന് കേൾക്കണം എന്ന് കൊതിച്ച ഒരു വാക്ക് അല്ലേ. 21-ാമത്തെ വാക്യം, അതിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുന്നത് 20-ാം വാക്യം. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞോടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. സഹോദര സഹോദരി, ഒരുപക്ഷെ എത്ര നാളുകളായിട്ട് നമ്മുടെ പിതാവ് കൊതിക്കുന്ന ഒരു വാക്കാത്. എൻ്റെ മക്കൾ എന്നോടിത് പറഞ്ഞിരുന്നെങ്കിൽ, അപ്പാ, ഞാൻ പാപം ചെയ്തു. എത്ര നാളായി പറഞ്ഞിട്ട്? നമ്മുടെ ദൈവം ദുഃഖിക്കുന്ന ദൈവമാണ്. 78-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവം പറയുക, അവർ എന്നെ പല പ്രാവശ്യം ദുഃഖിപ്പിച്ചു. നാം എപ്പോഴും കാണുന്നത് കോപിക്കുന്ന ദൈവത്തെയാണ്. പഴയ നിയമത്തിലാണെങ്കിലും ചരിത്രം വായിക്കുമ്പോൾ കോപിക്കുന്ന ദൈവത്തെ, ന്യായവിധി നടത്തുന്ന ദൈവത്തെ, അല്ലെ, സംഹരിക്കുന്ന ദൈവത്തെ. അതെല്ലാം ശരിയാ. പക്ഷെ ആ ദൈവത്തിൻ്റെ വേറൊരു ചിത്രം, വേറൊരു സ്വഭാവം, അവൻ ദുഃഖിക്കുന്ന ദൈവമാണ്. ആ ഭയം നമ്മിലുണ്ടാകട്ടെ. ദൈവം യോബിനെക്കുറിച്ച് പറയുക, ഇവൻ എന്നെ ഭയപ്പെടുന്നവനാ, അവന് പേടിയാ എന്നെ ദുഃഖിപ്പിക്കാൻ. അവൻ എന്നെ ദുഃഖിപ്പിക്കാൻ പേടിയാ. നമ്മെക്കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കുമോ? വേദപുസ്തകത്തിൽ ഒരു വാക്യം പുതിയ നിയമത്തിലുണ്ട്, റോമാലേഖനത്തിൽ. ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുക, അല്ലെങ്കിൽ കരയുന്നവരോടുകൂടെ കരയുക. നമ്മുടെ കർത്താവ് കരയുന്നവനാണ്. അവൻ യെരൂശലേമിനെ നോക്കിയിട്ട് കരഞ്ഞു, അല്ലേ? അവസാനമായിട്ട് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുക, അവിടെ ക്രൂശിക്കപ്പെടാനായിട്ട് പോവുക. അതിന് തൊട്ട് മുമ്പ് ദൂരെ നിന്ന് അവൻ യെരൂശലേമിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, യെരൂശലേമേ, യെരൂശലേമേ, എനിക്കെത്ര വട്ടം മനസ്സായിരുന്നു. അവൻ യെരൂശലേമിനെ കണ്ട് കരഞ്ഞു. നമ്മുടെ കർത്താവ് കരയുന്നവനാ. ദൈവമക്കളുടെ പാപം അവൻ്റെ ഹൃദയത്തെ തകർക്കും, അവന് വേദനിക്കും. നാം ഭയപ്പെടണം. നമ്മളൊരു കൊച്ചുകുഞ്ഞിനെ എത്ര ശ്രദ്ധിച്ചെടുക്കുന്നത്, ഒരു കൊച്ചുകുഞ്ഞിനെ എത്ര ശ്രദ്ധിച്ചെടുക്കുന്നത്. അതിനല്പം പോലും അസ്വസ്ഥത ഉണ്ടാകാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. തുണികളൊക്കെ ചുറ്റി എത്രമാത്രം സൂക്ഷിച്ച ഒരു കൊച്ചുകുഞ്ഞിനെ എടുക്കുന്നത്. പേടിയാ. ചിലർ കയ്യിൽ കൊടുക്കുമ്പോൾ പറയും പേടിയാന്ന് പറയും. കുഞ്ഞിനെ പേടിയായിട്ടാണോ? അല്ല, കുഞ്ഞിനെ ആർക്കും പേടിയില്ല. പക്ഷെ പേടിയാ എടുക്കാൻ. കാരണം എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ എന്നുള്ള പേടി, ഭയമാണ്. ദൈവത്തെ ദുഃഖിപ്പിക്കുവാനുള്ള ഭയം. ബ്രേക്കിന് ശേഷം മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. ഈ വാക്കുകളും നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രയോജനത്തിന് കാരണമാക്കി കർത്താവ് തീർക്കട്ടെ. അവൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, സ്വർഗീയപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. രാവിലെ മുതൽ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ അവിടുന്ന് ഇടയാക്കിയതുകൊണ്ട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരുമിച്ച് അവിടുത്തെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം. കർത്താവിദാസന് വചനം കൊടുത്തുകൊണ്ട് സ്തോത്രം. യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ കർത്താവേ. ഞങ്ങൾ ഓർത്ത പോലെ അവൻ നിഷ്കളങ്കനായിരുന്നു എന്ന് ഇന്നലെ ഞങ്ങൾ ഓർത്തു. ഇന്ന് കർത്താവേ, ഞങ്ങൾ ഓർത്ത പോലെ അവൻ അപ്രൈറ്റായിരുന്നു എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം. പാപം കർത്താവേ പലപ്പോഴും അതിൻ്റെ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം പലപ്പോഴും വിഭിന്നമാണ്. എന്നാൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമോ എന്നുള്ള ഭയത്തിൽ കർത്താവെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകി തരണം എന്ന് അപേക്ഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകൾ കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണം. തുടർന്നുള്ള സമയത്തെ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവെ. വചനത്തിന്മേൽ ധാരാളമായ പ്രകാശം കർത്താനുദാസന് കൊടുത്തുകൊണ്ട് സ്തോത്രം. വചനത്തിന്മേലുള്ള സ്വാധീനം കൊടുത്തുകൊണ്ട് സ്തോത്രം. കേട്ട ഞങ്ങളെല്ലാവരും ഇവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. വീണ്ടും തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. മുൻപുള്ള സമയത്തെ അനുഗ്രഹിച്ച് നൽകണം. സകലമാനവും മഹത്വം എടുക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ.